വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിറ്റി എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. അധ്യായം 496. ഓരോരുത്തരും അവരവരുടെ ജീവിതമാണ് ജീവിക്കേണ്ടത്. ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ്. ഒരാളുടെ കഴിവുകളും ചിന്തകളും സ്വഭാവവും അനുഭവങ്ങളും ജീവിത സാഹചര്യങ്ങളും മറ്റൊരാളുടേതുപോലെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ടുതന്നെ നമ്മളെല്ലാവരും അതുല്യരാണ്. ലോകത്ത് ഒരേ മുഖമോ ഒരേ വിരലടയാളമോ ഇല്ലാത്തതുപോലെ ഒരേ ജീവിതപാതയും ഒരേ ദൗത്യവുമില്ല. ഓരോരുത്തർക്കും ജീവിതത്തിൽ ഓരോ പ്രത്യേക പങ്കും ഉത്തരവാദിത്തവുമുണ്ട്. ഒരാൾ നല്ല അധ്യാപകനാകാം, മറ്റൊരാൾ നല്ല ഡോക്ടറാകാം, മറ്റൊരാൾ കലാകാരനാകാം, മറ്റൊരാൾ സാമൂഹ്യ സേവകനാകാം. ചിലർ കുടുംബത്തെ നയിക്കുന്നവരായിരിക്കും, ചിലർ സമൂഹത്തിന് വഴികാട്ടികളായിരിക്കും, ചിലർ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ വെളിച്ചമാവും. ചെറുതോ വലുതോ എന്ന വ്യത്യാസമില്ലാതെ ഓരോ പങ്കിനും അതിൻ്റെതായ മഹത്വമുണ്ട്. ഈ വൈവിധ്യമാണ് ജീവിതം മനോഹരമാക്കുന്നത്. ഈ വൈവിധ്യം ശരിയായ രീതിയിൽ നിലനിൽക്കുമ്പോഴാണ് സമൂഹം ക്രിയാത്മകമായി നിലകൊള്ളുക. ഓട്ടമത്സരത്തിലെ വിജയം പരാജയപ്പെട്ടവന് കൂടി അവകാശപ്പെട്ടതാണെന്നാണ് പറയേണ്ടത്. പലപ്പോഴും മനുഷ്യർ സ്വന്തം ജീവിതത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ അത്ര പ്രധാനപ്പെട്ടവനല്ല എന്ന തോന്നലുണ്ടാകാം. എന്നാൽ ഓരോരുത്തരും ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയാണ് ഈ ലോകത്തേക്ക് വന്നിരിക്കുന്നത്. ഒരു വലിയ യന്ത്രം പ്രവർത്തിക്കാൻ ഓരോ ചെറിയ ഭാഗവും ആവശ്യമുള്ളതുപോലെ സമൂഹത്തിന്റെ മുന്നേറ്റത്തിനും ഓരോ വ്യക്തിയുടെയും പങ്ക് പ്രധാനമാണ്. നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. ഓരോരുത്തർക്കും പ്രത്യേക കഴിവുകളും ദൗത്യവും ഉത്തരവാദിത്തവുമുണ്ട്. സ്വന്തം പ്രത്യേകത തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ജീവിതം കൂടുതൽ അർത്ഥവത്താകുന്നത്. ഒരു സംഗീത വിരുന്നിൽ എല്ലാ വാദ്യോപകരണങ്ങളും ഒരേ ശബ്ദം ഉണ്ടാക്കിയാൽ അത് സംഗീതമാകില്ല. ഓരോ ഉപകരണവും സ്വന്തം സ്വരത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് മനോഹരമായ സംഗീതം പിറക്കുന്നത്. അതുപോലെ മനുഷ്യജീവിതവും വൈവിധ്യത്തിലൂടെയാണ് മനോഹരമാകുന്നത്. മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നതിനു പകരം സ്വന്തം കഴിവുകളെ തിരിച്ചറിഞ്ഞ് സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥമായി നിർവഹിക്കാൻ ശ്രമിക്കുക. ഓരോരുത്തരും അവരവരുടെ പങ്ക് മനസ്സിലാക്കി സ്വന്തം ജീവിതം ജീവിക്കുമ്പോഴാണ് ജീവിതത്തിൽ കൂടുതൽ സംതൃപ്തിയും അർത്ഥവുമുണ്ടാകുന്നത്. ഓരോ മനുഷ്യനും സ്വന്തം ജീവിതപാതയും അനുഭവങ്ങളും സ്വപ്നങ്ങളും സാഹചര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉള്ളവരാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതവുമായി നിരന്തരം താരതമ്യം ചെയ്ത് ജീവിക്കുന്നതിലുപരി സ്വന്തം ജീവിതത്തെ മനസ്സിലാക്കി അതിന് അർത്ഥവും ദിശയും നൽകിയാണ് മുന്നോട്ടു പോകേണ്ടത്. പലപ്പോഴും മനുഷ്യർ മറ്റുള്ളവരുടെ വിജയം, സമ്പത്ത്, പ്രശസ്തി, ജീവിതരീതി എന്നിവ കണ്ട് സ്വന്തം ജീവിതത്തെ വിലയിരുത്തുന്നു. അവൻ അങ്ങനെ ജീവിക്കുന്നു, എനിക്കും അങ്ങനെ വേണം, അവൾ നേടിയതുപോലെ എനിക്കും നേടണം എന്ന ചിന്തകൾ മനസ്സിൽ അസന്തോഷവും സമ്മർദ്ദവും സൃഷ്ടിക്കാറുണ്ട്. എന്നാൽ സത്യമെന്തെന്നാൽ ഓരോ ജീവിതത്തിനും സ്വന്തം കഥയുണ്ട്. സ്വന്തം സമയവും പരീക്ഷണങ്ങളും അനുഗ്രഹങ്ങളുമുണ്ട്. ഒരു മരത്തിന് പൂക്കാനുള്ള സമയം മറ്റൊന്നിനേക്കാൾ വ്യത്യസ്തമായിരിക്കും. അതുപോലെ ഓരോരുത്തരുടെയും വളർച്ചയും വിജയവും ജീവിതയാത്രയും വ്യത്യസ്തമാണ്. ചിലർ വേഗത്തിൽ വിജയിക്കും, ചിലർ വൈകി പൂക്കും. അതുകൊണ്ട് സ്വന്തം ജീവിതത്തിന്റെ ഗതിയെ മറ്റുള്ളവരുടേതുമായി അളക്കുന്നത് ശരിയല്ല. ഓരോരുത്തരും അവരവരുടെ ജീവിതമാണ് ജീവിക്കേണ്ടത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ, താരതമ്യങ്ങൾ എന്നിവയിൽ കുടുങ്ങാതെ നമ്മെ സന്തോഷിപ്പിക്കുന്നതും അർത്ഥവത്താകുന്നതുമായ ജീവിതപാത തിരഞ്ഞെടുക്കാൻ ഈ ചിന്ത നമ്മെ പ്രേരിപ്പിക്കുന്നു. കാരണം അവസാനം നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും നമ്മുടെ തീരുമാനങ്ങളിലാണ്. തുറന്ന പുസ്തകം വാട്സപ്പ് ഗ്രൂപ്പിൽ സുഹൃത്ത് ആരിഫ് അബ്ദുൽ ഖാദർ പങ്കുവച്ച ഒരു സംഭവമാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ ചിന്തയിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് രാത്രി ഏകദേശം 11 മണിയോടെ ഒരു മെസ്സേജ് വന്നു. സർ, ഒന്ന് സംസാരിക്കാമോ? എന്റെ മനസ്സ് ഒട്ടും ശരിയല്ല. ആ കുട്ടിയുടെ വാക്കുകളിൽ ഒരു വിചിത്രമായ ക്ഷീണം തിരിച്ചറിഞ്ഞ് അവനെ വിളിച്ചപ്പോൾ ആദ്യം അവൻ ഒന്നും പറഞ്ഞില്ല. കുറച്ചുനേരം മിണ്ടാതിരുന്നു. പിന്നെ പതുക്കെ പറഞ്ഞു, എനിക്ക് എന്തോ പറ്റുന്നത് പോലെ തോന്നുന്നു സർ. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും ടെൻഷൻ, തല നിറയെ ചിന്തകൾ. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അവൻ പതിയെ ചിരിച്ചു. അതാ സർ, പ്രശ്നം എന്താണെന്ന് പോലും എനിക്കറിയില്ല. അവൻ ഒരു സാധാരണ യുവാവായിരുന്നു. പഠിക്കാൻ മോശമല്ല, സ്വപ്നങ്ങളുമുണ്ടായിരുന്നു, വീട്ടുകാർക്കും വലിയ പ്രതീക്ഷ. പക്ഷേ അവന്റെ ജീവിതം പതിയെ മറ്റുള്ളവരുടെ ജീവിതങ്ങളുമായി മത്സരിക്കാൻ തുടങ്ങി. രാവിലെ കണ്ണു തുറന്നാൽ മോട്ടിവേഷണൽ വീഡിയോസ്, ഇൻസ്റ്റ തുറന്നാൽ സക്സസ് സ്റ്റോറീസ്, യൂട്യൂബ് തുറന്നാൽ പ്രൊഡക്ടിവിറ്റി ടിപ്സ്, ലിങ്ക്ഡിൻ തുറന്നാൽ 22-ാം വയസ്സിൽ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ. അവൻ എല്ലാം ചെയ്യും, നോട്ട്സ് എടുക്കും, ഗോൾസ് എഴുതും, ഫോളോ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഒന്നും തുടർച്ചയായി ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവൻ സ്വയം വെറുക്കാൻ തുടങ്ങി. എനിക്ക് അച്ചടക്കമില്ല, ഞാൻ മടിയനാണ്, എന്റെ കൂട്ടുകാരൊക്കെ ലൈഫ് സെറ്റാക്കുന്നു എന്ന് ചിന്തിച്ച് ദിവസവും സ്വയം ശിക്ഷിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം ജിമ്മിൽ ജോയിൻ ചെയ്തു. പിന്നെ മെഡിറ്റേഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. ക്രിപ്റ്റോ പഠിക്കാൻ തുടങ്ങി. സ്പോക്കൺ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാനുള്ള വീഡിയോസ് കണ്ടു. അങ്ങനെ പോയി. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവന്റെ മനസ്സ് പൂർണ്ണമായും ക്ഷീണിച്ചു. കാരണം
അവൻ ജീവിതം ജീവിച്ചിരുന്നില്ല. ജീവിതം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞില്ല. ഞാൻ അവനോടൊരു ചോദ്യം ചോദിച്ചു. നീ അവസാനമായി ശാന്തമായി ചായ കുടിച്ചത് എപ്പോഴാണ്? അവൻ കുറച്ചുനേരം മിണ്ടാതിരുന്നു. പിന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓർമ്മയില്ല സർ. ആ മറുപടിയിലാണ് ഇന്നത്തെ തലമുറയുടെ പകുതി പ്രശ്നവും ഒളിഞ്ഞിരിക്കുന്നത്. ഇന്ന് പലർക്കും അറിവ് കുറവല്ല, പക്ഷേ മനസ്സിന് വിശ്രമം കുറവാണ്. ഓരോ ദിവസവും നാം നമ്മുടെ തലച്ചോറിലേക്ക് കയറ്റുന്നത് മറ്റുള്ളവരുടെ നേട്ടങ്ങളും മോട്ടിവേഷണൽ സമ്മർദ്ദങ്ങളും ഭാവിയെക്കുറിച്ച ആശങ്കകളുമൊക്കെയാണ്. ഇതെല്ലാം കൂടി മനസ്സിനെ ഒരു യന്ത്രമാക്കി മാറ്റുന്നു. അവസാനം ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും നെഞ്ചിൽ ഭാരമായി തോന്നും. രാത്രി ഉറങ്ങാൻ കിടന്നാൽ തല നിർത്താതെ ഓടും. ചെറിയ പരാജയങ്ങൾ പോലും ജീവിതാവസാനം പോലെ തോന്നും. കാരണം അറിവ് കൂടുമ്പോൾ ജീവിതം ചിട്ടപ്പെടുത്താൻ പഠിച്ചില്ലെങ്കിൽ ആ അറിവ് തന്നെ പതിയെ മനസ്സിൽ സ്ട്രെസ്സായി മാറും. മുൻപൊക്കെ മനുഷ്യർക്ക് ജീവിതം ഇത്ര കുഴപ്പമായിരുന്നില്ല. കാരണം അവർക്കറിയാവുന്നത് കുറവായിരുന്നു. പക്ഷേ ഇന്ന് ഒരു ഫോൺ മതി ലോകത്തെ മുഴുവൻ പ്രശ്നങ്ങളും നമ്മുടെ തലക്കുള്ളിലേക്ക് കയറാൻ. രാവിലെ കണ്ണു തുറന്ന ഉടനെ ആരോ വിദേശത്തേക്ക് സെറ്റിലായ വീഡിയോ, ആരോ 22 വയസ്സിൽ കോടീശ്വരനായ സ്റ്റോറി, ആരോ ഫിറ്റ്നസ് ട്രാൻസ്ഫോർമേഷൻ, ആരോ 5 മണിക്ക് എഴുന്നേൽക്കാത്തവർ ജീവിതത്തിൽ പരാജയപ്പെടും എന്ന മോട്ടിവേഷൻ വീഡിയോ. ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ മനസ്സ് പതിയെ പറയാൻ തുടങ്ങും, ഞാൻ പിന്നിലായിപ്പോയോ? എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എന്റെ ജീവിതം മാത്രം ഇങ്ങനെ കുഴഞ്ഞതെന്താ? അവിടെയാണ് സ്ട്രെസ് തുടങ്ങുന്നത്. പ്രശ്നം നമുക്ക് അറിവില്ലാത്തതല്ല, അറിഞ്ഞതെല്ലാം ഒരേ സമയം ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. അവസാനം ഒന്നും ചെയ്യാനാകാതെ മനസ്സ് മാത്രം ക്ഷീണിക്കും. ഇതിനെ സൈക്കോളജിയിൽ കോഗ്നിറ്റീവ് ഓവർലോഡ് എന്നാണ് പറയുക. തലച്ചോറിന് കൈകാര്യം ചെയ്യാനാകുന്നതിലും കൂടുതലായി ചിന്തകളും വിവരങ്ങളും ലക്ഷ്യങ്ങളും കയറി വരുന്ന അവസ്ഥ. അതുകൊണ്ടാണ് ചിലർക്ക് മുറിയിൽ കിടന്നിട്ട് ഒന്നും ചെയ്തില്ലെങ്കിലും ക്ഷീണം തോന്നുന്നത്. ഫോൺ വെച്ചിട്ടും മനസ്സ് ശാന്തമാകാത്തത്. ചെറിയ കാര്യങ്ങൾ പോലും വലിയ ടെൻഷനായി തോന്നുന്നത്. രാത്രി ഉറങ്ങാൻ കിടന്നാൽ തലയ്ക്കുള്ളിൽ ചിന്തകളും ഭയവും എല്ലാം ഓടുന്നത്. കാരണം ശരീരം വിശ്രമിച്ചാലും മനസ്സ് വിശ്രമിക്കുന്നില്ല. സംസാരത്തിന്റെ അവസാനം ഞാൻ അവനോട് ഒരു കാര്യം മാത്രം പറഞ്ഞു. നിനക്ക് എല്ലാം അറിയേണ്ടതില്ല മോനെ. കുറച്ച് കാര്യങ്ങൾ മാത്രം അറിഞ്ഞ് ശാന്തമായി ജീവിക്കുന്നവരാണ് കൂടുതൽ സന്തോഷമുള്ളവർ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും വിളിച്ചു. അവന്റെ ശബ്ദത്തിൽ അന്നൊരു സമാധാനമുണ്ടായിരുന്നു. സർ, ഇപ്പോൾ ഞാൻ എല്ലാം പിന്തുടരുന്നത് നിർത്തി. കുറച്ച് പതുക്കെ ജീവിക്കാൻ പഠിക്കുകയാണ്. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മോട്ടിവേഷനല്ല, ഒന്ന് ശ്വാസമെടുക്കാൻ അനുവദിക്കുന്ന ഒരു ശാന്തമായ മനസ്സാണ്. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം ജീവിക്കാൻ തുടങ്ങുക എന്നതാണ് ഏറ്റവും വലിയ വിജയമന്ത്രം. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.